الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, നമ്മയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ സമയങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിൻ്റെ മഹനീയമായ ജന്നാത്തുൻ നഈമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി
റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. ഇസ്ലാമിൽ 3 മർത്തബകൾ ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. 3 ദറജകൾ. ഒന്നാമത്തത് ഇസ്ലാമാണ്, രണ്ടാമത്തത് ഈമാനാണ്. ഇസ്ലാമിലൂടെ ഒരാൾ പൂർണ്ണമായ ഈമാനുള്ളവനായി മാറണം. എന്നാൽ മുഅ്മിനായാൽ മാത്രം പോരാ, അത് കടന്ന് 3ാമത്തെ മർത്തബയിലേക്ക്, ദർജയിലേക്ക് അവൻ എത്തിയെങ്കിൽ മാത്രമാണ് ഒരു വ്യക്തി പരിപൂർണനായി അവൻ മാറുകയുള്ളൂ. ആ 3ാമത്തെ മർത്തബയ്ക്ക് പറയുന്ന പേരാണ് മുഹ്സിനാവുക എന്നുള്ളത്. ഈ 3ാമത്തെ കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നുകൊണ്ട് ആ മനുഷ്യൻ ചോദിക്കുന്നത്, ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ. നബിയെ, ഇഹ്സാൻ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം. ശരിക്കും ഒരു മുഹ്സിൻ എന്ന് പറഞ്ഞാൽ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം നന്നാക്കുക, നന്നാക്കി എടുക്കുക, പരിവർത്തിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഭാഷാപരമായി. ഞാനും നിങ്ങളും ചെയ്യുന്ന ഏതൊരു ജോലിയാണെങ്കിലും അതിനെ ഏറ്റവും നന്നാക്കിയെടുക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തെ, ഒരു മുസ്ലിമായ മുഅ്മിനായ നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ലൊരു വ്യക്തിയാക്കി, മുഹ്സിനാക്കി എടുത്തുകൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടുന്ന ആ ദറജയിലേക്ക് എത്തുക എന്നുള്ളതിന് വേണ്ടി എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിച്ചെടുക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ്, ഇഹ്സാൻ എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തരൂ നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്, അൻ തഅബുദല്ലാഹ്, നീ അല്ലാഹനെ ആരാധിക്കലാണ്. അല്ലാഹനെ ആരാധിക്കണം. എങ്ങനെ? കഅന്നക തറാഹു, നീ അല്ലാഹനെ കാണുന്നുണ്ട് എന്നുള്ളത് പോലെ നീ എന്ത് ചെയ്യണം? റബ്ബിനെ ഇബാദത്ത് ചെയ്യണം, അല്ലാഹനെ ആരാധിക്കണം. ഫഇൻ ലം തകുൻ തറാഹ്, യഥാർത്ഥത്തിൽ നീ എന്ത് ചെയ്യുന്നില്ല? അല്ലാഹനെ കാണുന്നില്ല. ഫഇന്നഹു യറാക, പക്ഷെ അല്ലാഹ് നിന്നെ കാണുന്നുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോ നമ്മുടെ റബ്ബ് കൃത്യമായി നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ റബ്ബ് നമ്മെ കാണുന്നുണ്ട്. ഞാൻ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ, ഞാൻ ഇബാദത്ത് ചെയ്യുമ്പോൾ, ഏതൊരു കർമ്മം ചെയ്താലും, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും, എന്ത് പറയുമ്പോഴും, എന്ത് കേൾക്കുമ്പോഴും എൻ്റെ റബ്ബ് എൻ്റെ പതിയിരുന്നു കൊണ്ട് എന്നെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. ദുനിയാവിന്റെ കാര്യമൊന്നും എടുത്തു നോക്കിയേ. ഞാനും നിങ്ങളും പലയിടങ്ങളിൽ ജോലി എടുക്കുന്നവരാണ്, പല ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരാണ്. നമ്മുടെ മാനേജറായിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ ബോസ്, നമ്മുടെ മുതലാളി നാം ചെയ്യുന്ന ജോലി നമ്മുടെ വർക്ക് പ്ലേസിൽ വെച്ചുകൊണ്ട് അത് നിരീക്ഷിക്കുന്നുണ്ട്, കൃത്യമായി കാണുന്നുണ്ട്, ക്യാമറയിലൂടെ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഏറ്റവും മനോഹരമാക്കാൻ, പരിപൂർണമായി ചെയ്യാൻ നമ്മളൊക്കെ പരിശ്രമിക്കാറുണ്ട്. നമ്മുടെ ക്ലാസ് റൂമുകളിലാണെങ്കിൽ പോലും ആരെങ്കിലുമൊക്കെ നമ്മെ നിരീക്ഷിക്കാനുണ്ടെന്നുള്ള, നമ്മുടെ സാർ അതിൽ പോകുന്നുണ്ടെന്നുള്ള ചിന്ത നമുക്ക് നമ്മുടെ മനസ്സുകളിലേക്ക് വന്നാൽ ഏറ്റവും നന്നാക്കിയെടുക്കാൻ, നമ്മെ തന്നെ പരിവർത്തിപ്പിക്കാൻ നമ്മളൊക്കെ എന്ത് ചെയ്യും? പരിശ്രമിക്കും. ഈ ചിന്ത നമ്മുടെ മനസ്സുകളിലേക്ക് വരണം. നമ്മുടെ റബ്ബ് നമ്മെ കാണുന്നുണ്ട്, നമ്മുടെ റബ്ബ് നമ്മെ അറിയുന്നുണ്ട്. ഞാൻ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ, ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും എൻ്റെ റബ്ബിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടി നമ്മുടെ ഇബാദത്തുകളെ, അമാലുകളെ നമ്മൾ പരിപൂർണമാക്കി ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ നന്നാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ റബ്ബ് നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ റബ്ബ് നമ്മെ കാണുന്നുണ്ട്, നമ്മുടെ റബ്ബ് നമ്മെക്കുറിച്ചെല്ലാം അറിയുന്നുണ്ട് എന്നുള്ള ചിന്ത മനസ്സുകളിൽ കടന്നു വന്നുകൊണ്ട് എല്ലാ കർമ്മങ്ങളിലും ആ ചിന്തയുണ്ടാവുക, അതുപോലെ തന്നെ ആ കർമ്മങ്ങളെ പരിവർത്തിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇഹ്സാൻ കൊണ്ടുള്ള ഉദ്ദേശം. 4ാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ്, ഫഅഖ്ബിർനി അനിസ്സാഅ, അന്ത്യനാളിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം നബിയെ. അവസാനത്തെ ചോദ്യമാണ്, അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറയുകയാണ്, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ, ഇത് ചോദിക്കപ്പെട്ടവനേക്കാൾ അറിയുക ചോദിച്ചവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് എനിക്കറിയില്ല അതിനെക്കുറിച്ച് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ വാചകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനമായ അധ്യാപനം എന്തെന്ന് പറഞ്ഞാൽ, ഒരാൾ നമ്മുടെ അടുക്കൽ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ അതറിയില്ല എന്ന് തന്നെ നമ്മൾ പറയണം. ഒരാൾ ദീനിന്റെ മസ്അല ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ രൂപം ചോദിക്കുകയാണ്, ദീനുമായി ബന്ധപ്പെട്ടതോ ഭൗതികമായി ബന്ധപ്പെട്ടതോ എന്തുമായിക്കൊള്ളട്ടെ, ഏതൊരു ചോദ്യവുമായിക്കൊള്ളട്ടെ, നമ്മളോടൊരാൾ ചോദിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ നമുക്കില്ല എന്നുണ്ടെങ്കിൽ അവരോട് അറിയില്ല എന്ന് തന്നെ പറയണം. അറിയില്ല എന്ന് പറയലാണ് ഏറ്റവും വലിയ അറിവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകനോട് ചോദിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എനിക്കറിയില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം,
ഒരാൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ചോദിച്ച ചോദ്യത്തിന് എന്തെങ്കിലുമൊക്കെ അയാളെ തൃപ്തിപ്പെടുത്താൻ തിരിച്ച് നമ്മൾ മറുപടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില മനുഷ്യന്മാരുടെ മനസ്സുകളിലേക്ക് ഒരു അപകർഷതാബോധം കടന്നു വരും. എന്താണെന്നറിയോ? അയാൾ ചോദിച്ചു, എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് അയാൾ എന്ത് വിചാരിക്കും? എന്നെക്കുറിച്ചൊരു മോശമായ ധാരണ അയാൾക്ക് കടന്നു വന്നാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യാണ്? അറിയാവുന്നതായ കാര്യങ്ങൾ മുഴുവനും തട്ടിവിടാണ് ആ വിഷയത്തിലേക്ക്. അതുപോലെ തന്നെ ഒരാൾ നമ്മളോട് ചോദിച്ചു, നമ്മൾ അയാളോട് അറിയില്ല എന്ന് തന്നെ പറഞ്ഞു. പക്ഷെ ആ മനുഷ്യൻ പറയാണ്, ഇയാൾ എന്ത് പണ്ഡിതനാണ്, ഇയാൾ എന്തറിവുള്ളവനാണ്, ഇയാൾ എന്ത് സാറാണ്, ഇയാളോട് ചോദിച്ചിട്ട് ഈ മനുഷ്യനൊന്നും അറിയില്ല എന്നാ പറഞ്ഞത്. ഇനി ഞാൻ മനുഷ്യന്റെ മുമ്പിലേക്ക് പോയില്ല. ഈ രണ്ട് രൂപത്തിലും ജനങ്ങൾ എന്ത് ചെയ്യും? മനുഷ്യന്മാരെ കുറിച്ച് വിചാരിക്കും. ജനങ്ങൾ എന്ത് വിചാരിക്കുന്നു എന്നുള്ളതല്ല, നമുക്ക് മറിച്ച് റബ്ബിന്റെ തൃപ്തിയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. രണ്ടാമത്തെ വിഷയം, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, അന്ത്യനാളിനെ കുറിച്ചുള്ള അറിവ് മുഴുവനും അള്ളാന്റെ അടുക്കൽ മാത്രമാണ്. പ്രവാചകൻ അതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞത്. അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആ മനുഷ്യൻ പറയുകയാണ്, ഫഅഖ്ബിർനി അൻ അമാറാത്തിഹാ, എനിക്കെന്നാൽ അതിന്റെ ചില അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അൻ തലിദൽ അമതു റബ്ബതഹാ, അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കും, അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതിന് പല രൂപത്തിലുള്ള വിശദീകരണങ്ങൾ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമ്മുടെ സമകാലികവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ നൽകിയ ഒരു വിശദീകരണം എന്തെന്ന് വെച്ചാൽ, ഖിയാമത്ത് നാളാകുമ്പോൾ, അന്ത്യസമയമാകുമ്പോൾ, ഖിയാമത്ത് നാളിനോട് അടുക്കുമ്പോൾ മാതാപിതാക്കളെ അടിമകളെ പോലെ കാണുന്ന മക്കളുണ്ടായി വരും എന്നുള്ളതാണ്. ഉമ്മമാരോട്, അടിമകളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ ഉമ്മമാരോട് പെരുമാറുന്ന മക്കൾ, ഉമ്മമാരോട് കയർത്ത് സംസാരിക്കുന്ന മക്കൾ, ഉമ്മമാരെ ചീത്ത വിളിക്കുന്ന മക്കൾ, മാതാപിതാക്കളെ ധിക്കരിക്കുന്ന മക്കൾ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് ഛേ എന്ന് പോലും പറയാൻ പാടില്ല എന്നുള്ളതാ. ഉമ്മായും വാപ്പായും നമ്മളോട് എന്തെങ്കിലും പറയുമ്പോ ഒന്ന് പോയേ, ഛേ, വല്ലാത്തൊരു കഷ്ടായി പോയല്ലോ, ഈ രൂപത്തിലുള്ള ചില മുക്കലും മൂളലും ഒക്കെ അതുപോലും നടത്താൻ പാടില്ല എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. പക്ഷെ ഇതിനേക്കാളൊക്കെ കടുകടുത്ത പ്രയോഗങ്ങൾ മാതാപിതാക്കളോട് നടത്തുന്ന മക്കള് ഇന്ന് സമകാലികമായ യുഗത്തിൽ കടന്ന് പെരുകി വരികയാണ്. അവരെ ദ്രോഹിക്കുന്ന, അടിക്കുന്ന മക്കൾ. എത്രയോ വീഡിയോകൾ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും നമുക്ക് കാണാൻ സാധിക്കും. ക്രൂരമായി മാതാപിതാക്കളെ, പ്രായം ചെന്നവരെ മർദ്ദിക്കുന്ന മക്കളെ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനധികം സ്വന്തം മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന മക്കളെ വരെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അടുത്ത പ്രദേശങ്ങളിൽ പോലും കാണാൻ സാധിക്കും. ഈ രൂപത്തിലുള്ള വാർത്തകൾ പെരുകി വരിക. അന്ന് ഈ പണ്ഡിതന്മാർ വിശദീകരണം നൽകി, ഖിയാമത്ത് നാളാകുമ്പോഴേക്കും മാതാപിതാക്കളോട്, അടിമകളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ മാതാപിതാക്കളോട് പെരുമാറുന്ന മക്കൾ പെരുകി വരും എന്നുള്ളതാ ഒന്നാമത്തെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ വിശദീകരണമായി കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅൻ തറൽ ഹുഫാതൽ ഉലാതൽ ആലത റിആ അശ്ശാത് യതതാവലൂന ഫിൽ ബുനിയാൻ, നിനക്ക് ചില ആളുകളെ നിന്റെ നാടുകളിൽ കാണാൻ പറ്റും. എന്താണെന്നോ? നഗ്നപാതരായ, വസ്ത്രം ധരിക്കാൻ നിവൃത്തിയില്ലാത്തവരായ, ആട്ടിടയന്മാരായ, കഴിവില്ലാത്ത സാധുക്കളായ ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ വലിയ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്ന, വലിയ ദാരിദ്ര്യത്തിലും പ്രയാസങ്ങളിലും കഴിഞ്ഞുകൂടുന്ന മിസ്കീനുകളായ, ദരിദ്രനായ, പാവപ്പെട്ടവരായ, സാമ്പത്തികമായി വലിയ ശേഷികളൊന്നുമില്ലാത്ത ആളുകൾ. ഈ ആളുകൾ എന്ത് ചെയ്യാണ്? യതതാവലൂന ഫിൽ ബുനിയാൻ, വലിയ വലിയ മണിമാളികകൾ പണിയുന്ന വിഷയത്തിൽ, കെട്ടിടങ്ങൾ പണിയുന്ന വിഷയത്തിൽ, വീടുകൾ നിർമ്മിക്കുന്ന വിഷയത്തിൽ ഇവരിങ്ങനെ മത്സരിക്കുന്ന കാഴ്ച നിനക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ വീടിന്റെ ചുറ്റുംപുറം എടുത്തു നോക്കിയാൽ മതി. ജോലി എന്താ? ഏതെങ്കിലും രൂപത്തിലുള്ള സാധാരണ ജോലികൾ ചെയ്ത് ജീവിക്കുന്നവനായിരിക്കും. ഇവൻ എന്ത് ചെയ്യാണ്? തൊട്ടപ്പുറത്ത് കഴിവുള്ളവൻ ഒരുത്തൻ വീട് കൊടുന്ന് പണിത് കഴിഞ്ഞാൽ അവനേക്കാൾ വലിയ, അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വലിയ വീട്, ഇപ്പോഴുള്ള സൗകര്യത്തിനേക്കാൾ മികച്ച സൗകര്യത്തിന് വേണ്ടി ഹറാമിന്റെ മാർഗങ്ങളിലേക്ക് ഇവൻ പോകും. ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കും. ലോണിനെ കുറിച്ചുള്ള ഗൗരവം പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളിലും വലിയ ഗൗരവത്തിൽ അല്ലാഹ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ലോൺ എടുക്കുക എന്നുള്ള വിഷയം, പലിശയുമായി ബന്ധപ്പെടുക എന്നുള്ള വിഷയം. യാതൊരുവിധ മടിയുമില്ലാതെ മുസ്ലിമായവൻ എന്ത് ചെയ്യാണ്? ഇതിന്റെ പിന്നാലെ പോവുക, മത്സരിക്കുകയാണ്. അവനേക്കാൾ മികച്ചത് എനിക്ക് വേണം. പരസ്പരം പെരുമ നടിക്കുക.
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. മനുഷ്യന്മാരെ മരണം പിടികൂടുന്നത് വരെ, ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് വരെ ഇവരിങ്ങനെ പരസ്പരം പെരുമ കാണിക്കുന്ന വിഷയത്തിൽ ഇങ്ങനെ നടിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. പരസ്പരം പെരുമ കാണിച്ചുകൊണ്ട് നടക്കും. ഇങ്ങനെയാണ് മനുഷ്യന്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അവിടെ തൃപ്തിയുള്ളവനാകാൻ അല്ലാഹ് നമുക്ക് നൽകിയത് എന്തോ അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട്, നമ്മുടെ സൗകര്യങ്ങളിൽ തൃപ്തിപ്പെട്ടുകൊണ്ട്, ചെറിയ വീടാണെങ്കിലും മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ കിടക്കാൻ പറ്റുന്നൊരു പുരയിടം നമുക്കുണ്ടെങ്കിൽ അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട്, മറ്റവൻ എന്തുണ്ട് എന്നുള്ളതിലേക്ക് നോക്കാതെ നമ്മുടെ ജീവിതത്തിൽ തൃപ്തിപ്പെട്ട് കഴിയാൻ നമുക്ക് സാധ്യമാകണം. ഈ രണ്ടടയാളങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇന്ന് ഈ സമകാലികമായ കാലത്തിൽ നമ്മുടെ ജീവിതങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം, മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന, മർദ്ദിക്കുന്ന, അവരെ ചീത്ത വിളിക്കുന്ന, ഒരു പരിഗണനയും കൊടുക്കാതെ വളർന്നു വരുന്ന മക്കൾ. രണ്ടാമത്തത് ഈ രൂപത്തിൽ പെരുകുന്ന, അതായത് അവനക്കെന്തുണ്ടോ ഇവനക്കെന്തുണ്ടോ എന്ന് നോക്കിയിട്ട് ഞങ്ങൾക്കും അതുപോലെയുള്ള ഒന്ന് വേണമെന്നുള്ള രൂപത്തിൽ വലിയ വലിയ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും വീടുകളും സാമ്പത്തികമായ മേഖലകളും വണ്ടികളും വാഹനങ്ങളുമായി ഭൗതികമായ സൗകര്യങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ രണ്ടടയാളങ്ങളും വന്നാൽ നിങ്ങൾ ചിന്തിച്ചോ, ഖിയാമത്ത് അടുക്കാറായിട്ടുണ്ട്. ഈ 4 ചോദ്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. അങ്ങനെ ആ 4 ചോദ്യങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ അപ്രത്യക്ഷനായി. സുമ്മഖാലലി, അങ്ങനെ കുറച്ചു നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബത്തും ഇരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, യാ ഉമർ, ഏ ഉമറേ, അതദരി മനിസ്സായിൽ. ഈ കടന്നു വന്നിട്ട് അപരിചിതനായ ഈ മനുഷ്യനുണ്ടല്ലോ, 4 ചോദ്യങ്ങൾ എന്നോട് ചോദിച്ച ഈ മനുഷ്യൻ, ഈ ചോദ്യങ്ങൾ ചോദിച്ച മനുഷ്യനെ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇല്ല എന്ന് മറുപടി പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇന്നഹു ജിബ്രീൽ, അത് ജിബ്രീൽ അലൈഹിസ്സലാമയാണ്. അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഹദീസിൽ നിന്നും അവസാന ഭാഗത്ത് നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മലക്കുകൾക്ക് മനുഷ്യരുടെ രൂപത്തിൽ കടന്നു വരാൻ സാധിക്കും. മനുഷ്യന്റെ രൂപത്തിൽ എന്ത് ചെയ്യാം? മലക്കുകൾ, ജിന്നുകൾ, പിശാചുക്കൾ ആരുമായിക്കൊള്ളട്ടെ ഒരു പക്ഷെ കടന്നു വന്നേക്കാം. പക്ഷേ ഇവരെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം നമുക്കില്ല. ചില ആളുകൾ പറയുന്നത് പോലെ വിജനമായൊരു പ്രദേശത്തൂടെ നടന്നു പോകുന്നു, ഒരനക്കം കാണുന്നു, ശബ്ദം കേൾക്കുന്നു, അത് മലക്കാകാം ജിന്നാകാം എന്ന് തെറ്റിദ്ധരിക്കും. ഇങ്ങനെ തെറ്റിദ്ധരിക്കുക എന്നുള്ളൊരു വകുപ്പ് ഇസ്ലാമിലില്ല. നമുക്ക് നമ്മുടെ അടുക്കൽ വന്നാൽ ഒരു മനുഷ്യരൂപത്തിലാണ് വന്നതെങ്കിൽ അത് മനുഷ്യനായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കണക്കാക്കണം. ഇങ്ങനെ ഒരാൾ വരുമ്പോൾ ഇത് നീ മറ്റവനല്ലേ, ഇത് ജിന്നല്ലേ, അത് മലക്കല്ലേ എന്ന് ചിന്തിക്കാൻ പോലും നമുക്കൊരു മാർഗവുമില്ല. ഒരു പക്ഷേ അവർക്ക് അങ്ങനെ കടന്നു വന്നേക്കാം. പ്രവാചകന്റെ അടുക്കൽ വന്നിട്ടുണ്ട്, നമുക്ക് പക്ഷെ അറിയാനുള്ള മാർഗങ്ങളൊന്നും ഇല്ല. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഹുസ്നു സുആലി നിസ്ഫുൽ ഇൽമ്, അതായത് നല്ല ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അത് അറിവിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. നമുക്കറിയാത്ത വിഷയങ്ങൾ, സംശയമുള്ള കാര്യങ്ങൾ അറിയുന്നവരോട്, പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ ദീൻ മനസ്സിലാക്കാൻ വേണ്ടി. ഒരായത്ത് കിട്ടുമ്പോൾ, ഒരു ഹദീസ് കിട്ടുമ്പോൾ, അതിൻ്റെ ഒരു മുറിക്കഷ്ണം കിട്ടുമ്പോൾ അതങ്ങനെയായിരിക്കാം ഇങ്ങനെയായിരിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ധാരണയിൽ എന്ത് ചെയ്യാൻ പാടില്ല? ദീനിനെ നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ അത് അതിനെക്കുറിച്ച് അറിയുന്ന പണ്ഡിതന്മാരോട് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി പൂർണ്ണമായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം, സ്വീകരിക്കണം. എന്തെങ്കിലും ഒരു ശക്ക്, സംശയങ്ങൾ ഏതെങ്കിലും വിഷയത്തിലുണ്ടെങ്കിൽ ആ സംശയമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതിൻ്റെ പിന്നാമ്പുറം എന്ത് ചെയ്യാൻ പാടില്ല? കടന്നു പോകാൻ പാടില്ല. ഇന്ന് മുസ്ലിം സമുദായത്തിൽ പലർക്കും വന്നിട്ടുള്ള പ്രശ്നം ഇതാണ്. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ സംശയമുള്ളതാണെങ്കിൽ പോലും അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ? സാധാരണക്കാരായ ആളുകൾ ആശയക്കുഴപ്പങ്ങൾ, സംശയക്കുഴപ്പങ്ങൾ, വസ്വാസുകൾ ഉണ്ടാക്കുന്ന വിഷയങ്ങൾക്ക് പിന്നാലെ എന്ത് ചെയ്യാൻ പാടില്ല? സാധാരണക്കാരൻ പോകാൻ പാടില്ല. പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന വിഷയം അത് പണ്ഡിതന്മാർക്കിടയിൽ മാത്രം എന്ത് ചെയ്യുക? ഇഖ്തിലാഫുള്ള പണ്ഡിതന്മാർ, ഇഖ്തിലാഫല്ല, മുജ്തഹിദുകളായ പണ്ഡിതന്മാർക്കിടയിൽ മാത്രം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ അവർക്കിടയിൽ മാത്രം, ഗവേഷണ യോഗ്യരായ പണ്ഡിതന്മാർ മാത്രം ചർച്ച ചെയ്യുക. അല്ലാത്ത വിഷയങ്ങൾ സാധാരണക്കാർക്ക്
ആളുകൾക്കിടയിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇട്ടുകൊടുക്കരുത്. നമ്മൾ അതിൻ്റെ പിന്നാലെ ഏറ്റവും പിടിച്ചുകൊണ്ട് പോകാനും പാടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ദീൻ കൃത്യമായി മനസ്സിലാക്കണം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന, ഇസ്ലാം അല്ലാത്തൊരു മാർഗത്തെ കൃത്യമായി ധാരണയില്ലാതെ എന്തിൻ്റെയെങ്കിലും പിന്നാലൊരു മനുഷ്യൻ ദീനാണെന്ന് വിചാരിച്ചുകൊണ്ട് കടന്നുപോയി കഴിഞ്ഞാൽ ഫലൻ യുഖ്ബലു മിൻഹു, അവനിൽ നിന്നെന്ത് ചെയ്യില്ല, അവൻ ദീനായി സ്വീകരിക്കുന്ന ഇസ്ലാം അല്ലാത്ത ഒന്നിനെയും അള്ളാഹ് സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, ഏറ്റവും വലിയ നഷ്ടക്കാരിൽ ഈ മനുഷ്യന്മാർ നാളെ പരലോകത്തിൽ പെട്ടുപോകും എന്നുള്ള കാര്യം കൂടി പരിശുദ്ധ ഖുർആനിൽ അള്ളാഹ് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് യഥാവിധി സ്വീകരിക്കേണ്ട മുറപ്രകാരം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ യഥാവിധി പ്രയോഗവൽക്കരിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ അഹദ് വൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. റബ്ബിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ഏറ്റവും നല്ല ശ്രദ്ധയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാം അല്ലാത്ത ഒന്നിനെയും, ഒരു ആഘോഷത്തെയും, ഒരു രീതിയെയും, ഒരു പ്രത്യയശാസ്ത്രത്തെയും ഒരു മുസ്ലിമീങ്ങളും സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ പാടില്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വരും ദിവസങ്ങളിൽ കടന്നു വരുന്ന ഒരു ആഘോഷമുണ്ട്, ക്രിസ്മസ്. അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രധാനമായ വിഷയം, ക്രൈസ്തവർ വാദിക്കുകയാണ് ദൈവപുത്രൻ പിറന്ന ദിനമാണ് ക്രിസ്മസ്. പരിശുദ്ധ ഖുർആനിൽ ഒട്ടേറെ ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, അവൻ ജനിപ്പിച്ചിട്ടുമില്ല. അള്ളാഹ് ഒരാളുടെയും മകനായി ജനിച്ചവനല്ല. റബ്ബിനൊരു സന്താനവുമില്ല. റബ്ബിന് സന്താനമുണ്ട് എന്ന് വാദിക്കുന്നവരായ ഈ ക്രൈസ്തവർ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്, വഖാലു ഇത്തഖദ റഹ്മാനു വലദ, പരമകാരുണികൻ ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഈ ആളുകൾ വാദിക്കുകയാണ്. ലഖദ് ജിഅ്തും ഷൈഅൻ ഇദ്ദ, അവർ പറയുന്നത്, തീർച്ചയായും അവർ പറഞ്ഞിരിക്കുന്നത്, ഈ ചെയ്തിരിക്കുന്നത് ഏറ്റവും ഗൗരവകരമായ ഒരു വിഷയമാണ്. അവർ ഈ പറഞ്ഞിരിക്കുന്ന വിഷയം മുഖേന ആകാശഭൂമികൾ പിളർന്നു പോകുമാറ്, തകർന്നു പോകുമാറ് അത്രയും ഗൗരവമുള്ള, വിറപ്പിക്കപ്പെടുന്ന ഒരു വിഷയമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ ഈ കാര്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹ് പറയുന്നുണ്ട്. അതായത് അള്ളാഹ്ക്ക് മകനുണ്ട് എന്ന് പറയുന്നത് ആകാശഭൂമികൾ നിന്ന നിപ്പിൽ വിറപ്പിക്കപ്പെടുന്ന, പൊട്ടിപ്പിളർന്നു പോകുന്ന അത്രത്തോളം ഗൗരവമുള്ളൊരു വാക്കാണ് ഇത് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, ദൈവപുത്രനുണ്ട് എന്ന് വാദിക്കുന്നവരായ ഈ ആളുകൾ, ആ വാദത്തിനോട് അനുബന്ധമായിക്കൊണ്ട് അവർ നടത്തുന്നവരായ ഈ ആഘോഷത്തിൽ ഒരു മുസ്ലിമിൻ്റെ പങ്ക് ഒരു രീതിയിലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ആശംസകൾ കൈമാറാനോ, അതിൻ്റെ മധുരപലഹാരങ്ങൾ കഴിക്കാനോ, അതുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ, എന്തെങ്കിലും രൂപത്തിൽ പങ്കുകൊള്ളാനോ പാടില്ല. ചെറുതായിട്ടൊരു സാമ്യം പോലും ആ വിഷയത്തിൽ ഉണ്ടാകാതിരിക്കാൻ മുസ്ലിമീങ്ങൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ഒരു ആശംസയെങ്കിലും കൈമാറിയത് കൊണ്ട്, ഹാപ്പി ക്രിസ്മസ് എന്നുള്ള രൂപത്തിൽ ഒരു എക്സ് ഇട്ടിട്ട് ഇങ്ങനെ ആശംസകൾ കൈമാറുന്നത് കൊണ്ട് പോലും എന്താണ് തെറ്റ്? അത് നിസ്സാരമായ കാര്യമല്ലേ എന്ന് വിചാരിക്കുന്നവരായ, ചിന്തിക്കുന്നവരായ സഹോദരങ്ങളോട് പറയാനുള്ളത്, അള്ളാഹ്ക്ക് മകനുണ്ട് എന്ന് വാദിക്കുന്ന ആ വാദം അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത് ആകാശഭൂമികൾ പിളർന്നു പോകുമാറ് അത്രത്തോളം ഗൗരവമുള്ളൊരു വാദമാണ് എന്നുള്ളതാണ്. ആ വാദത്തിനോട് നിങ്ങളും അനുകൂലിക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന ആശംസ കൈമാറൽ എന്നുകൂടി എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അത്രത്തോളം ഗൗരവമുള്ളൊരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഏതെങ്കിലും ഒരു സമുദായത്തോട് ഏതെങ്കിലും ഒരു നിസ്സാരമായ രൂപത്തിലാണെങ്കിൽ പോലും നിങ്ങൾ സാദൃശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവരിൽപ്പെട്ടവനായി മാറി എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഇത് പറയുമ്പോൾ ഒരു കാരണവശാലും ഒരാളും ഇതെന്താ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്, ഇതെന്താ ഈ രൂപത്തിൽ പറയുന്നത് എന്നുള്ള ചിന്തയൊന്നും വേണ്ട. ദീനാണ്, ദീൻ മനസ്സിലാക്കി ജീവിക്കാൻ
മുസ്ലിമീങ്ങളായ ആളുകൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ചില ആളുകൾ ചോദിക്കും, ഇത് ഞാൻ കഴിക്കില്ല, അല്ലെങ്കിൽ ഈ പലഹാരങ്ങൾ ഞാൻ കഴിക്കില്ല, കേക്ക് മുറിക്കില്ല, ആശംസകൾ കൈമാറില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രൈസ്തവരായ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ നമ്മെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അവരുടെ ആഘോഷങ്ങളിൽ, മദ്യം വിളമ്പുന്ന, വീഞ്ഞ് വിളമ്പുന്ന ഒരു ആഘോഷങ്ങളിൽ അവരാരും എന്ത് ചെയ്യാറില്ല, ഒരു മുസ്ലിമീങ്ങൾ നിർബന്ധിക്കാറില്ല. അവർ മദ്യം ഒഴിച്ച് കുടിക്കുമ്പോൾ നമ്മുടെ കൺമുമ്പിലേക്ക് ഒരു ഗ്ലാസ് കൊണ്ടുപോയി നീട്ടില്ല, ഇത് നീയും കുടിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആഘോഷത്തിന്റെ ഭാഗമാണെന്ന് ഒരു ക്രൈസ്തവ മുസ്ലിം സഹോദരങ്ങളും മുസ്ലിമീങ്ങളോട് നിർബന്ധിക്കാറില്ല, പറയാറില്ല. പക്ഷെ അതൊക്കെ ചെയ്യുന്ന മുസ്ലിമീങ്ങളായ, മുസ്ലിം നാമധാരികളായ ആളുകൾ കുടിക്കുകയോ വലിക്കുകയോ ചെയ്ത് ജീവിച്ചേക്കാം. പക്ഷേ ഒരു മുസ്ലിമിനെ കുറിച്ചുള്ള പൊതുവായ ധാരണ അവർ മദ്യം ഹറാമാണ് എന്ന് പറയുന്നവരാണ് എന്നുള്ളതാണ്. അവരോട്, അത്തരത്തിലുള്ള സഹോദരങ്ങളോട് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകും, ദൈവപുത്രനുണ്ട് എന്ന് വാദിക്കുന്ന, ദൈവപുത്രൻ പിറന്ന ദിനമായി ആഘോഷിക്കുന്ന ഈ ആഘോഷത്തിൽ ഞങ്ങൾക്ക് പങ്കുകൊള്ളാൻ പാടില്ല. കാരണം ഞങ്ങളുടെ വിശ്വാസം അള്ളാഹു ഏകനാണ്, അവനക്ക് സന്താനങ്ങളില്ല എന്നുള്ള വിശ്വാസമാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ ബോധമുള്ളവനായ, വകതിരിവുള്ളവനായ സഹോദരങ്ങൾ എന്ത് ചെയ്യും? അത് ചിന്തിക്കും, മനസ്സിലാക്കും. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ ആഘോഷത്തിന്റെ ഭാഗമായി ഒരു മിഠായി കഷ്ണം പോലും നമ്മുടെ വായിലേക്ക് നമ്മൾ വെക്കരുത്, വയറ്റിലേക്ക് നമ്മൾ എത്തിക്കരുത്. നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. അതിൻ്റെ ആഘോഷ പരിപാടികളിലേക്ക് വേണ്ടി ഡ്രസ്സുകൾ എടുത്ത് അതിൻ്റെ ആഘോഷങ്ങളിലേക്ക് മക്കളെ പറഞ്ഞയക്കരുത്. നമ്മൾ പോയി തുള്ളാനും ചാടാനും നിൽക്കരുത് എന്നുള്ളതാണ് ആ വിഷയവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഏതെങ്കിലും രൂപത്തിൽ ഇത് കേട്ടിട്ട് ഇനിയും നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും പടച്ചവനുമായിട്ട് ആ വിഷയം തീർത്തോളം പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളൂ. അതുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഒരു രീതിയിലും അതുമായിട്ട് സാദൃശ്യപ്പെടാനോ പാടില്ല. അറിയാതെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങേണ്ടിയിരിക്കുന്നു. അത്രത്തോളം ഗൗരവമുള്ള വിഷയമായി നമ്മളതിന് മനസ്സിലാക്കുക. ഒഴിഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ള മാർഗങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വിട്ടുനിൽക്കണം. പറഞ്ഞു കൊടുക്കാവുന്ന രൂപത്തിലൊക്കെ എന്തേ നീ അത് ആഘോഷിക്കാത്തത്, എന്തേ നീ അത് തിന്നാത്തത് എന്ന് ചോദിക്കുന്നവരോടൊക്കെ മാന്യമായി ആ വിഷയം കൈകാര്യം ചെയ്യാൻ നമ്മൾ പ്രാപ്തമാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാനും നമുക്കെല്ലാം വർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള, മനസ്സിന് സന്തോഷം തരുന്ന, ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സ്വാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ചെറുതും വലുതുമായ അവരുടെ എല്ലാ പ്രയാസങ്ങളും വേദനകളും അസുഖങ്ങളും അല്ലാഹു പൂർണ്ണമായ ശിഫയിലും സമാധാനത്തിലും ആഫിയത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന ശാരീരികമായ, മാനസികമായ എല്ലാ വിഷമങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, സാമ്പത്തിക വിഷമങ്ങളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന്, ടെൻഷനുകളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. എളുപ്പവും സന്തോഷവും സമാധാനവും ആനന്ദവും നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ എല്ലാ വിധത്തിലുമുള്ള ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. കൺകുളിർമയും സന്തോഷവും നിർഭയത്വവും അല്ലാഹു നമ്മുടെ വീടുകളിൽ നിറയ്ക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് പരീക്ഷാകാലമാണ്, പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നന്നായി പഠിക്കാനും പരീക്ഷ എഴുതുവാനും പരീക്ഷകളിൽ ഉന്നതമായ മാർക്ക് വാങ്ങിക്കുവാനും അവരുടെ ഇഹപര ജീവിതങ്ങൾ വിജയത്തിലാക്കി കൊടുക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك سميع قريب مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.